ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് 20 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാനാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 3 ഗൈസ്. നമ്മൾ ഏകദേശം 1.5 മാസം അല്ലെ 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടാൻ പോണത്. ഒരു ചലഞ്ച് നമ്മൾ പിന്നെയും ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു വെറൈറ്റി ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ്ടോ മോള് കണ്ട ഇത് കണ്ടില്ലേ? അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് നമ്മളെ ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. ഇതാണ്ടോ ഈ ഫോട്ടോ കണ്ടോ? ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് 20 സെക്കൻഡിൽ ഇങ്ങനെ കണ്ടുപിടിക്കാനാവും. ആ മനസ്സിലാവില്ലല്ലോ. ടൈം കഴിഞ്ഞു. അതെന്താ വെച്ചാല് ഇതാണ്ടോ ഇതിലിട്ട് നിങ്ങള് നമ്പറല്ല നോക്കി, നമ്പറിലല്ല ഇവിടെ ദാ കണ്ടില്ലേ 2 ദാ ഇരിക്കുന്നു. ക്യാൻ യു ഫൈൻഡ് ദ മിസ്റ്റേക്ക്? ഒരു ചലഞ്ച് ആയിരുന്നു. അതായത് ഈ ഫോട്ടോ ആണ്, ഈ ഫോട്ടോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതൊരു 20 സെക്കൻഡിൽ നിങ്ങൾ കണ്ടുപിടിക്കാനാകും. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ 3 ആ 9 തോന്നുന്നത്. ആടെ എന്താ മിസ്റ്റേക്ക്? ആ എന്നാല് ടൈം കഴിഞ്ഞിരിക്കണേ. എന്താ മിസ്റ്റേക്ക് വെച്ചാല് ഇപ്പൊ ഇംഗ്ലീഷ് എഴുതുമ്പോ ക്യാൻ യു ഫൈൻഡ് ദ മിസ്റ്റേക്ക് 2 ദാ വന്നിട്ട് ഒരു ദാ വരാൻ പറ്റും. ഏതാ തന്നെ ഓടിക്കുന്നേ? നാരങ്ങ സോഡ ഒരു ഉപ്പിന്റെ മല എരു വന്നു. തീരെ എരു താങ്ങാനുള്ള ശക്തിയൊന്നുമില്ല. ഈ പൊടി വീട് പറയാക്കി വിജയ ആ എരിഞ്ഞ പിടിച്ച് നിക്കുക ഇവിടെ. നിജുവിന് ഒരു എരും തോന്നില്ല. നിജുവിനെ അറിയുന്നവർക്ക് അറിയാം നിജുവിന് എരു വെറും ഇങ്ങനെ കുടിച്ചിട്ടല്ല. മൈക്ക് തിരിച്ചു വെച്ചു കേക്കുണ്ടോ? നമ്മളടുത്തവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. അതെ, തന്നെ അതിന്റെ അടുക്ക് ഒരാളെ ആങ്കർ ചെയ്യാൻ പോയിരുന്നു. പക്ഷെ ആള് ടൈമില്ലാന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറി. അപ്പത്തെ മുതല് തന്നെ ഫുള്ള് ഡിപ്രഷന്. നമ്മക്ക് എന്ത് ചെയ്തു അതൊന്നൊരു വിഷയമല്ല. അത്ര നല്ലേ. അതിനേശം നാരങ്ങ സോഡയും ഉപ്പിലിട്ടൊക്കെ വാങ്ങി ഒന്ന് ചാർജ് ആയതാണ് ഇപ്പൊ. തന്നെ ഒന്നും കൂടെ നോക്കി. അത്രേ ഉള്ളൂ. ഇൻസൾട്ട് ആണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. ഇൻസൾട്ട് ഒന്നല്ല ഗൈസ്, ഓർക്ക് ടൈമില്ലാത്തതുകൊണ്ട് ടൈമില്ലായിരുന്നു. അതെ അതെ, അല്ലാണ്ട് ഒരു ചലഞ്ച് ആയിട്ട്. ഇതാണ്ടോ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് 20 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാനാവും. ആ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. Can you find the mistake? Wow! സംഭവം എന്തായിക്കോട്ടെ ഗൈസ്. നമ്മളങ്ങനെ കൊറേ ഇങ്ങനെ നടന്നു. നോക്കി മൊത്തം 5 മലയാളികളെ കണ്ട 10 ബംഗാളികൾ അവിടെ കാണുന്നു. ഹലോ, ഓ ബായ് സാബ്, ഓ അസ്സലാമലൈക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പോണ ബംഗാളി. ചലഞ്ച് ചെയ്യാനുള്ള മൂഡ് പോയോന്നൊരു സംശയം. ആരെയും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാനുള്ളൊരു ഇത് തോന്നുന്നില്ല. നേരണ്ടേ നിന്നാ മതി. ഇതാണ്ടോ ഇതിനൊരു മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടുപിടിക്കാനാവോ? ഒന്നും തോന്നല. അങ്ങനല്ല, ഇതിന് മൊത്തത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ടൈം കഴിഞ്ഞിട്ടോ. അതെന്താ അറിയോ? എന്താ മിസ്റ്റേക്ക് അറിയോ? ക്യാൻ യു ഫൈൻഡ് ദ മിസ്റ്റേക്ക്? 2 തവണ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയാലോ വെച്ച് ഞാൻ ഇപ്പൊ ഇത്ര ആളെ ചോദിച്ചു. പിന്നെ ക്യാമറ ഓഫ് ആക്കിയിട്ട് ക്യാമറ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരോ ഓലോട് ചോദിച്ചപ്പോ ഗേൾസിനാണ് ഇത് പെട്ടെന്ന് സ്ട്രൈക്കാണ്. ബോയ്സിന് ആർക്കും ഇത് മനസ്സിലാകുന്നില്ല. ഓൾക്കാണോ കുറച്ചുകൂടി ഐക്യമുള്ളതെന്ന് എനിക്കിത് കാണിച്ചപ്പോ ഇങ്ങനെ തോന്നി. ജസ്റ്റ് കാരണം ഓൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് കഴിയുമ്പോ പിന്നെ കുറച്ച് കാര്യം മനസ്സിലാവും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. തന്നെയാണ് എന്താ പരിപാടി? ഇനി ചായ അടിക്കാം, അത് ബാക്കി ആരോട് വെക്കാം. വീഡിയോ എത്ര എടുത്തിട്ട് തമ്മിലേൽ എടുക്കാൻ പറഞ്ഞു.
എന്ത് ചെയ്യാ? ഇനി നമുക്ക് ആശ്രയിക്കേണ്ടി വരും അല്ലേ? നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുണ്ടാകും അത്രേ ഉള്ളൂ. അതെ. ചായ എപ്പോഴാ വരാനോ എലീനെ പേടിച്ചിങ്ങനെ എടാ എന്തേ താടത് ഇങ്ങനെ പേടിക്കല്ല തന്നെ എലിയല്ലേ കാലല്ലോ. ആ ഒത്ത എലി ഫുൾ വിഷയായി ഗൈസ്. കനുവിന്റെ പകുതി ജീവനായിട്ട് പോയില്ലേ ഇത്ര ഉള്ളൂല്ലേ. ഒരു എലി ഉണ്ട്, ആ എലിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അല്ലാത്തൊരു കഷ്ടം പെട്ട അവസ്ഥ. കാടമുട്ട പൈസ എന്താ പറയാ? താല്പര്യമില്ല. ഇത് 2 റുപ്യ അല്ലേ? ഒന്നി എത്ര? 2 റുപ്യ. 50 റുപ്യ കഴിഞ്ഞ ഒരു എത്ര 5 10. ബോസ് വലിയ കൺകൂട്ടലൊക്കെ. പക്ഷേ നല്ല മുട്ട ബജി. സോസ് ഇല്ല. ചായന്റെ ടേസ്റ്റ് കൊണ്ട് ഒരു ചായ കൂടിയും പറയാ. അമ്മാരി ടേസ്റ്റ് എന്നാ തന്നെ അറിയില്ല. നല്ലൊരു ഉള്ളിവട മൂടാ. ചായക്ക് നല്ല ലൈക്ക് ആണോ? ആ ഉപ്പുവെള്ളമൊക്കെ വച്ചുണ്ടാക്കുന്നതായിരിക്കും. തന്നെ നമ്മളിപ്പോ SM സ്ട്രീറ്റിൽ വന്നു ചെറിയ ഷോപ്പിംഗ്. അതെ. കൊടുവള്ളിക്കാരൻ മഞ്ഞ ഗ്ലാസ്. നമ്മള് ബീച്ചിൽ വെച്ചപ്പോ 150, ഇവിടെ 130. കുറച്ച് മോള് പോയാല് 120. പിന്നെ 50 എത്തി നോക്കാം. ബിജു ട്രൈ ഇത് നമ്മളെ ടോപ്പ്. അയ്യേ ഇന്ത്യത്താണോ ഇത്? SM സ്ട്രീറ്റിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ SM സ്ട്രീറ്റിൽ വന്നാല് ഉപ്പ് മുതൽ എന്തേലും കർപ്പൂരം വരെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് എല്ലാരും പറയല്. നമ്മ ഒന്ന് നോക്കാം. നമ്മൾ ഉമ്മാള് വന്നിരുന്നു, കർപ്പൂരം പക്ഷെ കിട്ടിയില്ല. അതെ, കർപ്പൂരം കിട്ടിയില്ല. നമ്മളപ്പോ ഫുള്ള് ഇവിടെ വരെ വരാനായില്ല. അല്ല, ഫുള്ള് കണ്ടില്ലേ എന്തോ. നമ്മളുണ്ടല്ലോ മറ്റേ മഞ്ഞ ഗ്ലാസ് ഉണ്ടല്ലോ, ഇവിടെ പോയി ബീച്ച് നോക്കിയപ്പോ എത്രയോ 150. പിന്നെ കുറച്ചും കൂടെ എത്തിയപ്പോഴത്തേക്ക് 130. പിന്നെ നമ്മൾ ഷോപ്പിലെത്തിയപ്പോണ്ട് 120. 100 റൗണ്ട് അടിച്ച പോട്ടെ. 100 കിട്ടാൻ നമ്മ നോക്കാം. എന്താപ്പോ ഒരു ഷർട്ട് വാങ്ങിയ മീൻ വാങ്ങിയ പോലെ. മോനെ SM സ്ട്രീറ്റ് ആണ്, അല്ലാണ്ട് ലുലുമാളല്ല. എന്താണ് കാര്യം? മിഡിൽ ക്ലാസിന്റെ ലോ എന്തെങ്കിലും ഗോൾഡ് വിങ്. അതെ, നിങ്ങൾ ബഡ്ജറ്റ് ഇല്ലാത്ത ആളാ ഇവിടെ വന്നാല് ഫുൾ ഔട്ട്ഫിറ്റ് 1000 എടുത്തു. അതെ, ഫ്രഷ് ഐഡിയ. ഒന്നുമില്ല, നമ്മളവിടെ കൊടുവള്ളിയിലും സാധാ ഷോപ്പിലും ഉണ്ടാകുന്ന സാധനമാണ്. ഇവിടെ ടാഗ് ഒന്നും ഇല്ലാണ്ട് അതെ 350 കിട്ടുന്നത്. ചിലപ്പോ ആരെങ്കിലും യൂസ് ചെയ്ത ത്രിഫ്റ്റ് ഉള്ളത് ത്രിഫ്റ്റ് തന്നെ ആയിരിക്കും. ഒരു ഷർട്ട് വാങ്ങിക്കുന്നു താനു കൊണ്ടോ. ഞാൻ കൊടുവള്ളി തനുവിന്റെ കയ്യിലാ ഗൈസ്. അങ്ങനെ ഒന്നും പറയല്ല. അപ്പൊ ആണെന്ന് ഉറപ്പായി. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ SM സ്ട്രീറ്റ് കൂടെ നടന്നു പോകുമ്പോഴേ ഈ സ്കിന്നി പാന്റ് നോക്കുമ്പോ കൊടുവള്ളിക്കാരാണോ എന്താല്ലേ? കൊടുവള്ളിക്കാരൊരു ഐഡന്റിറ്റി. കൊടുവള്ളി ആണെങ്കിൽ വേറെ എന്റെ സ്കിന്നി പാന്റ് നോക്കിയത്. പിന്നെ ഈ പൊന്തിയ മുടി ഏതാന്നാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിലും നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ. ക്യാമറമാൻ ഭാവി ജവാനോടൊപ്പം ഇറ്റ്സ് മീ മൗലിക സൈനിങ് ഔട്ട്.